ഡ്രൈവിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സാലറി പാക്കേജിൽ നമുക്ക് വിദേശത്തും അതുപോലെ തന്നെ ഇന്ത്യയിലും ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ട്രെയിലർ. ലെഫ്റ്റിലേക്ക് ഒരു രണ്ട് റൗണ്ട് തിരിച്ചോ, ലെഫ്റ്റിലേക്ക് തന്നെ രണ്ട് റൗണ്ട് തിരിച്ചോ, സെയിം തിരിക്കല്ലേ അങ്ങനെ പോട്ട് റൈറ്റ് രണ്ട് റൗണ്ട് തിരിച്ചാൽ. എല്ലാവർക്കും നമസ്കാരം. ട്രെയിലർ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടാണ് കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ തന്നെ മലബാറിലെ ഫസ്റ്റ് ട്രെയിലർ ഡ്രൈവിംഗ് സ്കൂളാണ് സൗമ്യ ഡ്രൈവിംഗ് സ്കൂൾ വെള്ളരിക്കുണ്ട്. കൂടുതൽ സാലറി കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ട്രെയിലർ മേഖല. ഇപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ സാലറി കിട്ടുന്ന പാക്കേജുകളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഓണറോട് ചോദിക്കാം, എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്നത്, ഇത് ആർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, എത്ര ദിവസത്തെ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഓണറെ പരിചയപ്പെട്ടിട്ട് ചോദിക്കാം. ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. സൗമ്യ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണർ കൂടിയാണ്. ഒന്ന് പേര് പറഞ്ഞിട്ട് ഒന്ന് പരിചയം. എൻ്റെ പേര് സന്തോഷ്, വെള്ളരിക്കുണ്ട്. വെള്ളരിക്കുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ളത് വെള്ളരിക്കുണ്ടാണ്. ബ്രോ ഇപ്പോൾ എത്ര വർഷമായി ശരിക്കും ഡ്രൈവിംഗ് മേഖലയിൽ, ഈ സ്കൂൾ മേഖലയിൽ? ഞാനിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ സ്കൂളാണ്. ഏകദേശം 92 തുടങ്ങിയിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ചെറുപുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചിറ്റാരിക്കാല്, വെള്ളരിക്കുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലും, കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയുണ്ട്, കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാല്, വെള്ളരിക്കുണ്ട്. ഈ രണ്ട് സ്ഥലത്ത് നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം നമ്മൾ വെള്ളരിക്കുണ്ടിലാണെങ്കിൽ തന്നെ ഏകദേശം 10 വർഷത്തോളമായി ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ട്രെയിലറിൻ്റെ ശരിക്കും ഇപ്പം അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് മലബാറിൽ തന്നെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ ഇത്? ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടങ്ങളിൽ, അതായത് ഈ ഭാഗങ്ങളിൽ നമുക്ക് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലൊന്നും ട്രെയിലറിൻ്റെ സ്കൂളുകളില്ല. അപ്പോൾ നമുക്ക് ഈ മലബാറിൽ തന്നെ ആദ്യമായിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ട്രെയിലറിൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ വെള്ളരിക്കുണ്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ടൈപ്പ് ട്രെയിലറുകളാണ് നമ്മൾ ഉള്ളത്. ഒന്ന് 20 ഫീറ്റിൻ്റെ 40 ഫീറ്റിൻ്റെ, അങ്ങനെ 2 ട്രെയിലർ. ഈ കിടക്കുന്ന 20 അടിയുടെ ട്രെയിലറാണ്. 20 അടിയുടെ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിലർ മെയിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ബോക്സ് വരിക 20 അടിയായിരിക്കും. 20 അടിയുടെ 40 അടിയുടെ ഒക്കെ ബോക്സുകൾ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടും കൂടുതലായിട്ടും വരിക 20 അടിയുടെ ബോക്സുകളായിരിക്കും. അപ്പോൾ ഈ 20 അടിയുടെ ഒരു ട്രെയിലറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 അടിയുടെ കണ്ടെയ്നർ ബോക്സ് ആയിരിക്കും നമ്മൾ ഇതിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആ കാണുന്ന ട്രെയിലർ നമ്മുടെ 40 അടിയുടെ ട്രെയിലറാണ്, വലുത്. അപ്പോൾ അതിൽ നമ്മൾ 2 കണ്ടെയ്നറിന്റെ ബോക്സ് ഒരേ സമയത്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ 40 അടിയുടെ തന്നെ ബോക്സ് വരുന്നുണ്ട്. ഈ ഇപ്പം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല, ആൾക്കാർക്കും കൂടുതൽ അറിയില്ലായിരിക്കും അല്ലേ? പിന്നെ കുറച്ച് അറിയുന്നവരാണ് ഇത് വന്നിട്ട് പഠിക്കാനും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നവരും. അപ്പോൾ ഈ ചെറുതാണെങ്കിൽ നമ്മൾ കണ്ടെയ്നറിന് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് ശരിക്കും? നമുക്ക് നോർമൽ റോഡ് വഴി, അതായത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഈ ലോജിസ്റ്റിക് സാധനങ്ങളെല്ലാം നമുക്ക് ഷിപ്പിൽ വരുന്ന സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതായത് ഓരോരോ യാർഡുകളിലേക്ക്, ഓരോരോ കമ്പനികളിലേക്ക് വരുന്ന, അതായത് ഷിപ്പിൽ വരുന്ന കണ്ടെയ്നറിന് നമ്മൾ അവരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാണ് സാധാരണ കണ്ടെയ്നർ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇതിലും ചെയ്യാൻ പറ്റും, ആ വലുതിലും ചെയ്യാം. റോഡ് വഴിയും ട്രാൻസ്പോർട്ട്, റോഡ് വഴി അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നല്ല, അത്രയും വലുതാവും. വണ്ടിക്ക് നീളം കുറച്ച് കൂടുതലുണ്ട്, ഇതിന്റെ ഡബിൾ ഉണ്ട്. അതായത് 20 അടിയുടെയാണ്, അത് 40 അടിയുടെയാണ്. അപ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടെ നീളം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെതായ റിസ്ക് അതിലുണ്ട്. പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസിയാണ് പഠിച്ചെടുക്കാം. നമുക്ക് ട്രെയിലറിന്റെ ലൈസൻസ് പറഞ്ഞാൽ നമുക്ക് 2 ട്രെയിലർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ് നമുക്ക് ലൈസൻസ് ആയിട്ട് ലഭിക്കുക. രണ്ടും നമുക്ക് ഫോർവേഡ് ഓടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പക്ഷേ റിവേഴ്സ് ഓടിക്കുമ്പോൾ നമുക്ക് 2 രീതിയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലെ വ്ളോഗേഴ്സ് തന്നെ ചെയ്യുന്നുണ്ട് ട്രെയിലർ. അവിടെ ഒരുപാട് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. UK അതുപോലെ ഓസ്ട്രേലിയ, കാനഡയിലെല്ലാം കണ്ടിട്ടുണ്ട്. റിവേഴ്സ് എടുക്കുമ്പോൾ വലിയതാണ് അല്ലേ? അത് കുറച്ച് ചെറിയൊരു നേക്കായിരിക്കും അല്ലേ? അത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ച്, അതായത് നമ്മളൊരു പഠിച്ചെടുക്കുക എന്നാണ്. നമ്മൾ ഓരോരോ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു കാർ പഠിക്കാൻ പോയാലും മോട്ടോർ സൈക്കിൾ പഠിക്കാൻ പോയാലും നമ്മളത് അതിൻ്റെതായ രീതിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമ്മളതിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർക്കിങ്ങുകളും, മെയിനായിട്ട് പാർക്കിങ്ങുകളെല്ലാം ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് LYS എല്ലാ ട്രാക്കുകൾ, അതേപോലെ 90 ഡിഗ്രി 45 ഡിഗ്രി എല്ലാ പാർക്കിങ്ങുകളെല്ലാം നമ്മളിവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ട്രെയിനർ ആണെങ്കിൽ കുറെ എക്സ്പീരിയൻസ് ഇല്ല ആളെന്ന് തോന്നുന്നല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഏകദേശം 8 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ട്രെയിലറിന്റെ ട്രെയിനിങ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്ക് ഇവിടെ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലും എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം പോലെ പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ വലിയൊരു പോർട്ടായിട്ടാണ് മാറാൻ പോകുന്നത് വിഴിഞ്ഞം. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ജോലി സാധ്യത ഉണ്ട് എന്ന് തോന്നല്ലേ ട്രെയിലറിന്റെ? നമുക്ക് ജോലി സാധ്യതകളും അതേപോലെ നമുക്ക് നല്ല സാലറി പാക്കേജോടുകൂടി നമുക്ക് ജോലിയിൽ കയറാൻ പറ്റും. അതായത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ തന്നെ നമുക്ക് ട്രെയിലർ ഡ്രൈവർമാർക്ക് എല്ലായിടത്തും നല്ല സാലറികളുണ്ട്.
കാരണം അത്രയും വലിയ വണ്ടികളാണ് ഇവർ ഓടിക്കുന്നത്. അപ്പം നല്ല സാലറിയോട് കൂടി നമുക്ക് ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ തന്നെ നല്ലൊരു സാലറി പാക്കേജിൽ ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ട്രെയിലർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ പല ആളുകൾക്കും ഇത് ആർക്ക് എടുക്കാൻ പറ്റും, ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇത് എടുക്കാൻ ഒരുപാട് കാലതാമസം വേണം, അങ്ങനെ പല സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു ട്രെയിലറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് 20 വയസ്സ് തികഞ്ഞിട്ടുണ്ടാകണം. 4 വീലർ ലൈസൻസ് എടുത്ത് 1 വർഷം പൂർത്തിയായിരിക്കണം. അങ്ങനെ 4 വീലർ ലൈസൻസ് എടുത്ത് 1 വർഷം പൂർത്തിയായ ആളുകൾക്കാണെങ്കിൽ നമുക്ക് ട്രെയിലറും അതേപോലെ തന്നെ ഹെവിയും കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ 2 വീലർ, അതേപോലെ 2 വീലർ, 3 വീലർ, 4 വീലർ, ഹെവി, അതേപോലെ ട്രെയിലർ എല്ലാ ലൈസൻസുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ PSC കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ബൊലേറോ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേക എച്ചിൻ്റെ പ്രാക്ടീസ്, അതേപോലെ റോഡിൻ്റെ പ്രാക്ടീസ് എല്ലാം PSCക്കാർക്ക് വേണ്ടി ബൊലേറോയിൽ തന്നെ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. അതായത് മാനദണ്ഡം ഒരു 4 വീൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ട്രെയിലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരാൾക്ക്, ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാണെങ്കിൽ ട്രെയിലറിൻ്റെ ലൈസൻസ് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഹെവി ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഹെവിയും ട്രെയിലറും കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ടെസ്റ്റ് നമുക്ക് ഒരു ദിവസമായിരിക്കും വരിക. രണ്ടും കൂടി നമുക്ക് ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ഇനി ഹെവി എടുക്കുന്നില്ല, ട്രെയിലർ മാത്രം അത് പറ്റില്ല. നമുക്ക് ട്രെയിലറിന്റെ, അതായത് നമുക്ക് ട്രെയിലർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. ഹെവിയും വേണം, പിന്നെ ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് 4 വീലും വേണമെന്നുണ്ടോ. 4 വീലർ എടുക്കണം, അതായത് ഹെവി എടുക്കണമെന്നുണ്ടെങ്കിൽ 4 വീലുള്ള ആൾക്ക് മാത്രമേ ഹെവി എടുക്കാൻ പറ്റൂ. ഈ 2 ലൈസൻസ് ഉള്ളവർക്കാണ് ട്രെയിലർ ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഹെവി ഇല്ലാത്ത ആൾക്കാണെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചെടുക്കാൻ വേണ്ടി ഒന്നിച്ച് ഒരു ദിവസം തന്നെ ടെസ്റ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഈ നാടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി അധികം അറിയില്ല, ഒരു ധാരണയില്ല. എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. വിളിച്ചിട്ട് എൻ്റെ വീട് ഇവിടെ അടുത്താണ്, അങ്ങനെ ആ ബ്രോനെ കോൺടാക്ട് ചെയ്ത് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല. അതുപോലെ സാധാരണക്കാരന് ഒട്ടും ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. ആളുകൾ എന്താ പറയണ്ടത്, നമ്മളെല്ലാ വണ്ടികളിലും പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പോൾ ആളുകൾ അവരുടെ സാഹചര്യം നോക്കിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹോസ്റ്റൽ സൗകര്യം അടക്കം. അതേപോലെ നമ്മൾ ഈ പഠിക്കാൻ വരുന്ന ദൂരെ നിന്ന് വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ഇവിടെ ഹോസ്റ്റൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ അക്കോമഡേഷനാണ്. പഠിക്കാൻ വരുന്ന ആളുകൾക്ക് സ്റ്റേ ചെയ്ത് പഠിച്ചിട്ട് പോവാം. എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകും. പിന്നെ നമ്പറുള്ള ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അല്ലേ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം. നമുക്കിപ്പോൾ ഒരു ട്രെയിലറിൻ്റെ ലൈസൻസിന് ഇല്ലെങ്കിൽ ഹെവിയുടെ ലൈസൻസിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 45 ദിവസം കൊണ്ട് നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. 45 ദിവസം നമുക്ക് ലേണിംഗ് അപ്രൂവ് ആയി 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന ടെസ്റ്റിലേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ ട്രെയിലറിൻ്റെ ക്ലാസ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ആഴ്ചയിൽ 7 ദിവസങ്ങളിലും നമ്മളിവിടെ ട്രെയിലറിൻ്റെ ക്ലാസ് നൽകുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ, നല്ല മലയോര പ്രദേശമാണ്, നല്ല ക്ലൈമറ്റാണ്, ആളുകൾക്ക് വന്ന് പഠിച്ചിട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെഫ്റ്റിലേക്ക് 2 റൗണ്ട് തിരിച്ചോ. ലെഫ്റ്റിലേക്ക് തന്നെ 2 റൗണ്ട് തിരിച്ചോ. സെയിം തിരിക്കല്ലേ അങ്ങനെ പോട്ട്. റൈറ്റ് 2 റൗണ്ട് തിരിച്ചാൽ ഓക്കെ. നിൽക്കട്ടെ, സ്റ്റോപ്പ് ചെയ്തോ. ഫ്രണ്ട് പോട്ടെ. കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ കേട്ടോ. നമുക്ക് മഞ്ഞ ട്രാക്കിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിലോട്ട് പോകും. ലെഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോകും. അതിൻ്റെ ഉള്ളിലോട്ട് പോകും. ബ്രോ ട്രെയിനർ ആണല്ലേ ബ്രോ? അതെ, ട്രെയിനറാണ്. എത്ര ഇപ്പം? ഒരു 7 വർഷമായി. 7 വർഷമായി ഈ ഫീൽഡിലുണ്ട്. പേരെങ്ങനെ ബ്രോ? പേര് നന്ദു അല്ലേ? അപ്പോൾ ബ്രോ ഇതിപ്പം പിന്നെ നമ്മളിപ്പോൾ ഇത് എടുക്കാൻ ലൈസൻസ് ഇപ്പം ബേസിക് ആയിട്ട് ഡ്രൈവിംഗ് ഒന്നും അറിയാത്തവർക്ക് ഒരിക്കലും പറ്റൂലല്ലോ ഇത് എടുക്കാൻ. ഇതിന്റെ ലൈസൻസ് ഡ്രൈവിംഗ് അറിയാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബേസ് വരുന്നത് ഹെവി ആണ് ബേസ് വരുന്നത്. ഇപ്പം ഹെവി എടുത്തിട്ട് അധികം ഓടിക്കാൻ അറിയത്തില്ലെങ്കിലും 4 വീലർ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഹെവി എടുത്ത ആൾക്കാർക്ക് പോലും അധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്കിത് ഓടിക്കാൻ എളുപ്പമാണ്. ഇതിൽ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന രീതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതിനകത്ത് ഇതിൻ്റെ റണ്ണിങ് വരുന്നത്. മെയിനായിട്ട് ഫോർവേഡ് കുഴപ്പമില്ല, റിവേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് തിരിച്ച വണ്ടി എങ്ങോട്ടും ട്രെയിലർ എങ്ങോട്ടും റൈറ്റിലേക്കാണ് പോകുന്നത്. റൈറ്റിലേക്ക് തിരിച്ചാൽ ഇത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ സാധ്യതകൾ ഇപ്പം കണ്ടെയ്നർ ലോഡ് കൊണ്ട് ഇറക്കുന്നത്, പിന്നെ അതുപോലെ വിദേശത്തിലെ ഇത് പഠിച്ച് ലൈസൻസ് എടുത്താൽ കൂടുതൽ സാധ്യതകൾ എങ്ങനെയാണ്? കൂടുതൽ യൂറോപ്യൻ കൺട്രീസിലുണ്ട്, അബ്രോഡിലുണ്ട്. യൂറോപ്യൻ കൺട്രീസിലായിരിക്കും കൂടുതൽ സാധ്യത കൂടുതലുള്ളത് വരുന്നത്. ഇപ്പോൾ സാലറി ബേസ് ആണെങ്കിലും അങ്ങനെയുള്ള കേസല്ലേ വരുമ്പോൾ.
ഇന്ത്യയിലും ഉണ്ട്, പക്ഷെ ഇന്ത്യയിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സാലറി ബേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കുറവാണ്. കേരളത്തിലെല്ലാം ഉണ്ട്. കേരളത്തിലും ഉണ്ട്. ഇപ്പൊ വല്ലാർപാടാണെങ്കിൽ ഇപ്പൊ വിഴിഞ്ഞത്ത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയും ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് വരുന്നത്. ഇത് എത്ര ദിവസത്തെ ക്ലാസ് ആണ് ശരിക്കും? ഇപ്പൊ ബേസിക് ആയിട്ട് ബ്രോ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നവർക്കല്ലേ ഇത് അങ്ങനൊന്നും ഇല്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാല് വലിയ കേസൊന്നും ഉണ്ടാവത്തില്ല, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. കുറച്ചായാലും കൂടുതലായാലും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരണം. അതായത് ഒരു സ്ട്രേറ്റ് റിവേഴ്സും ലെഫ്റ്റും റൈറ്റും 90 ഡിഗ്രിയും 45 ഡിഗ്രിയും കൊടുക്കുന്നുണ്ട്. പിന്നെ വൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂറോപ്യൻ ടെസ്റ്റ് വരുന്ന പോലെ വൈ കൊടുക്കുന്നുണ്ട്, എസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ബേസിക്കായിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കും ഇവിടെ. ഇതിപ്പോ ഓപ്പോസിറ്റ് ആണല്ലോ, ഓപ്പോസിറ്റ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ഓടിച്ചപ്പോൾ വണ്ടി റൈറ്റോട്ടാണ് വളഞ്ഞു പോകുന്നത്. അപ്പൊ നേരെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ആ സെയിം ഡയറക്ഷൻ തന്നെ തിരിച്ചു കൊടുക്കണം. അതായത് റൈറ്റ് ഫുള്ള് തിരിച്ചു കൊടുക്കണം. റൈറ്റിലേക്ക് ഓടിക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് വരും. അതായത് ട്രെയിലർ നേരായിട്ട് വരും. ട്രാക്ടർ അല്ല, ട്രെയിലർ. ടെസ്റ്റ് നമ്മളിപ്പോ ആർട്ടോ ടെസ്റ്റ് വരുന്ന വെച്ചാല് എല്ലും വരുന്നുണ്ട്, റോഡും വരുന്നുണ്ട്. ബാക്ക് റിവേഴ്സ് എടുക്കുന്നതാണ് ബാരിലൊക്കെ വെച്ചിട്ട്. പിന്നെ റോഡ് ടെസ്റ്റും വരുന്നുണ്ട്. റോഡ് ടെസ്റ്റിൽ 6 ഗിയർ ഇട്ട് ഓടിച്ച് കാണിക്കണം. ഇതിപ്പോ ഇത് ഏറ്റവും വലിയ ട്രെയിലർ? ഇത് 40 ഫീറ്റിന്റെ ട്രെയിലറാണ് വരുന്നത്. മറ്റേത് ആ കിടക്കുന്നത് 20 ഫീറ്റിന്റെ ട്രെയിലാണ് വരുന്നത്. രണ്ട് ട്രെയിലറാണ്. രണ്ടും ട്രെയിലർ മെക്കാനിസം ഒന്ന് തന്നെയാണ്, പക്ഷേ ലെങ്തിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ രണ്ടിനും വേറെ സെപ്പറേറ്റ് ലൈസൻസ് വേണം? സെപ്പറേറ്റ് സൈസ് ഉണ്ട്. സെയിം ലൈസൻസ് തന്നെ മതി. ട്രെയിലർ ലൈസൻസ് തന്നെ മതി. ഞാനിപ്പോൾ എൻ്റെ പേര് ഷാനവാസ്. ഞാൻ അട്ടങ്ങാട്ടിൽ നിന്ന് വരുന്നതാണ്. ട്രെയിലർ ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പം സാധാരണ എറണാകുളം അങ്ങോട്ടൊക്കെയാണ് ട്രെയിലർ ലൈസൻസ് കൊടുക്കുന്നത്. മലബാറിൽ ഇല്ല തീരെ. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് ഇത് കാണാൻ ഇടവത്തെ സൗമ്യ ഇവിടെ വന്ന് അന്വേഷിച്ചു. അങ്ങനെ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ക്ലാസ് അല്ല, എന്തോയി 3ാമത്തെ ക്ലാസ്സാണ്. കാര്യങ്ങളെല്ലാം ആൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ സാധാ വണ്ടി 4 വീലർ ഓടിക്കാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചോളം ആൾ കറക്റ്റായി ക്ലിയർ ചെയ്ത് പറഞ്ഞ് തരുന്നുണ്ട്. എടുക്കാൻ എന്താണ് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു മൈൻഡ്. ബസ് ഓടിക്കാൻ അറിയാം, പക്ഷേ ലൈസൻസ് ഹെവി ഇവിടെ എടുത്തു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ട്രെയിലർ ലൈസൻസ് എടുത്തു തരുന്നുണ്ട്. പിന്നെ ലൈസൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ യൂറോപ്പിലേക്കും സാധ്യതകളുണ്ട്. UAE ആയി കഴിഞ്ഞാലും GCC കൺട്രിയിലും ഓൾമോസ്റ്റ് സാധ്യതകളുണ്ട്. അപ്പോൾ ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് അടുത്തൊരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലൈസൻസ് എടുത്ത് വെച്ചേക്കാം. ഇപ്പം ഇങ്ങനെ നല്ല ബിഹേവിയേഴ്സാണ് എല്ലാവരും. ഓഫീസ് മേഖലയിൽ നിന്നാണെന്നുണ്ടെങ്കിലും പിന്നെ പഠിപ്പിച്ചത് നന്ദുബായി ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഒരു മൈൻഡ് ഉണ്ടായാൽ മതി ഇതിനു വേണ്ടിയിട്ട്. പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വിശാലമായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വിശാലമായ ഗ്രൗണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രെയിനർ ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആളാണ്, കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ വാഹനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ഇൻഫർമേഷനായിട്ട് ഈ ഒരു ട്രെയിലറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ എന്ന് പറയില്ല, എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വാഹനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.